ഇനി ഉണ്ടാക്കാൻ പോകുന്നത് ഇൻവെന്ററിയിലെ ഒരു ഐറ്റം ക്രിയേഷൻ ആണ്. ഓക്കെ, ഐറ്റം ക്രിയേഷൻ ചെയ്യുന്ന സമയത്ത് ഐറ്റത്തിൽ ഇവിടെ വരാ ഹോമിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ രണ്ടാമത്തത് ഇൻവെന്ററി എന്ന് കാണാം. ഇൻവെന്ററിയിൽ ഐറ്റം മാസ്റ്റർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഐറ്റം മാസ്റ്ററിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എല്ലാ ഐറ്റംസും കാണിക്കും. നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ സെർച്ച് ചെയ്യാം, എന്തും ചെയ്യാം. ഓക്കെ, അപ്പം ഇവിടെ ഇപ്പോൾ കറന്റ് ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇവിടെ വരും. ഓക്കെ, ഇവിടെ ഐറ്റം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഐറ്റം ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ആഡ് ന്യൂ അടിച്ചു. ഇവിടെ നമുക്ക് ബാർകോഡ് ഉണ്ടെങ്കിൽ മറ്റേ ഇപ്പം സിം ഒക്കെ ആണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ബാർകോഡ് ഇവിടെ കൊടുക്കാം. ഇല്ലെങ്കിൽ ബാർകോഡ് ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ ഓട്ടോ ജനറേറ്റ് ചെയ്യും. ഓക്കെ, ഇപ്പൊ ഞാൻ ഇവിടെ എന്ത് കൊടുക്കാണ്, ഇപ്പൊ ഒരു എയർപോർട്സ് കൊടുത്തു. ഓക്കെ, ഇത് ആപ്പിളിന്റെ ഒറിജിനൽ ആണ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഇതിന്റെ അറബിക് വേണമെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഗൂഗിൾ യൂസ് ചെയ്തിട്ട് അത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഇവിടെ അത് കൊടുക്കണം. ഓക്കെ, അത് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്പേഴ്സ്, ആകെ നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ നമുക്ക് ബേസ് ആയിട്ടുള്ള യൂണിറ്റ്. ഇനി ഇവിടെ പല ഓപ്ഷൻസുകളുണ്ട്. ഇത് കാറ്റഗറിയിൽ ആക്സസറീസ് ഉണ്ട്, എയർപോർട്സ് ഉണ്ട്, ന്യൂ മൊബൈൽ ഉണ്ട്, GSLCD, അങ്ങനെ പല സാധനങ്ങളും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഇത് എയർപോർട്ട് ഒറിജിനൽ ആയതുകൊണ്ട് ഞാൻ എയർപോർട്സ് ഒറിജിനലിൽ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സബ് കാറ്റഗറി ഉണ്ട്, ന്യൂ എയർപോർട്സ്, യൂസ്ഡ് എയർപോർട്സ്. അതേമാതിരി തന്നെയാണ് ഇവിടെ ആക്സസറീസ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആക്സസറീസിൽ നമുക്ക് എന്താണ്, ആക്സസറീസിലുള്ള വെറും ആക്സസറീസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്, എയർപോർട്സ് കൊടുത്തിട്ടുണ്ട്, എയർപോർട്ട് കവർ, അതേമാതിരി എല്ലാ സാധനങ്ങളും ഇവിടെ വന്നിട്ടുണ്ട്. അതേമാതിരി തന്നെയാണ് ഈ പല ഓപ്ഷനുകളിലും. ഇപ്പോൾ റൗട്ടറിലാണെന്നുണ്ടെങ്കിൽ യൂസ്ഡ് റൗട്ടർ, ന്യൂ റൗട്ടർ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. സ്പെയർ പാർട്സിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ബാക്ക് ഗ്ലാസ്, ബാറ്ററി, ഒരുവിധ എല്ലാ ഐറ്റംസും നിങ്ങൾ പറഞ്ഞ പ്രകാരം ഇതിൻ്റെ അകത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് പാസ് ഓഫ് ദിസ് വൺ എയർപോർട്ട് ആയതുകൊണ്ട് ഞാൻ എന്താക്കുന്നു, ഇത് ഇവിടെ എയർപോർട്ട് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ ന്യൂ എയർപോർട്സ്, പുതിയ എയർപോർട്സ് ആണ്, ന്യൂ എയർപോർട്സ് ഞാൻ കൊടുത്തിട്ട് ഞാൻ ഇവിടെ കൊടുക്കണം. ഇവിടെ ബ്രാൻഡ് ചൂസ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ബ്രാൻഡ് ആപ്പിൾ ഉണ്ട്, ചൈന ഉണ്ട്, ജനറൽ ഉണ്ട്, ഹോണർ ഉണ്ട്, ഹുവായി ഉണ്ട്, എല്ലാ മോഡലുകളും ഇവിടെ നിങ്ങളെ തന്ന പ്രകാരം ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ എന്താക്കാണ്, ആപ്പിളിന്റെ സാധനം ആയതുകൊണ്ട് ആപ്പിൾ ഞാൻ സെറ്റ് ചെയ്യുന്നു. ഞാൻ ഇതിനൊരു 20 ദിനാർ കോസ്റ്റ് ഇടാണ്. ഈ കോസ്റ്റ് നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങളെ പർച്ചേസിനനുസരിച്ചിട്ട് ഈ സാധനം ഓട്ടോമാറ്റിക്കലി മാറും കേട്ടോ. അപ്പം ഞാൻ ഇത് ഇതാക്കാണ്, എനിക്കിതൊരു 10% എങ്കിലും മാർജിൻ വെച്ചിട്ടേ കൊടുക്കാൻ പാടുള്ളൂ എന്ന സിസ്റ്റത്തിൽ ഒരു സെയിൽസ്മാന് 10%, മിനിമം ഒരു 10% എങ്കിലും മാർജിൻ വെച്ചിട്ടേ കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ള ഒരു കോൺസെപ്റ്റാണ്. 2 ദിനാർ കൂടുതലായിട്ട്, അപ്പോൾ 10% ഞാൻ ഇവിടെ ഇട്ട് കൊടുത്തു. ഓക്കെ, ഇനി 100% ആണ് 100% ഇട്ട് കൊടുക്കാം, എന്തും ചെയ്യാം. ഓക്കെ, അപ്പൊ അത് ഇവിടെ ഇട്ട് കൊടുത്തു. അത് ഇട്ട് കൊടുത്തിട്ട് ഈ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ആ ഫ്രണ്ട് പേജിൽ മിനിമം ഓർഡർ എന്നുള്ള ഒരു സ്ഥലം ഉണ്ടല്ലോ. അപ്പൊ ഞാൻ ഇവിടെ ഒരു 5 കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എൻ്റെ അടുത്ത് 5 പീസ് സ്റ്റോക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ അത് കാണിക്കും. ഓക്കെ, ഞാൻ ഇത് ഇവിടെ അടിച്ചു, ലൊക്കേഷൻ ഇല്ല. അപ്പൊ നിങ്ങൾ പർച്ചേസും ചെയ്യും, സെയിൽസും ചെയ്യും. ഇത് ഞാൻ ഇവിടെ സേവ് അടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ സാധനം സേവ് ആയി. ഓക്കെ, ഇതിനെന്ത് സംഭവിച്ചു, ഓട്ടോ ജനറേറ്റഡ് ആയിട്ട് കോഡ് ജനറേറ്റ് ചെയ്തു, ഇന്റേണലി കോഡ് ജനറേറ്റ് ചെയ്തു. ഓക്കെ, ഇതാണ് ഐറ്റം ക്രിയേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞത് പ്രകാരം ഈ ഐറ്റം ഓർഡർ ലിസ്റ്റിൽ കണ്ടോ, ഇവിടെ ഐറ്റം ഓർഡറിൽ എന്ത് വന്നു, ഇപ്പം 0 സ്റ്റോക്ക്, 5 പീസാണ് മിനിമം ക്വാണ്ടിറ്റി വെക്കേണ്ടത്, 0യിലാണ് ഇപ്പൊ കിടക്കുന്നത്. ആ ഒരു നോട്ടിഫിക്കേഷൻ ഇവിടെ വരും. അതായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്.